ഞാൻ ഇഴുകാൻ പോവാ. നല്ല രസല്ലേ, നോക്കട്ടെ. ചിൽഡ്രൻസ് ഓൺലി. ചിൽഡ്രൻസ് ഓൺലി. ഫൈൻ ഉണ്ട് 500 രൂപ. എന്റെ അമ്മോ, എങ്ങനെ ഇറങ്ങും? അയ്യോ, ഇത് കഷ്ടായി പോയി ഇത്തിരി. വേണമെങ്കിൽ ഒന്ന് സന്യാസിയൊക്കെ ആവാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോ. അങ്ങനത്തെ ഒരു ഫീല് എന്താന്നറിയില്ല. ഈ അസുലഭ സുരവില നിർവൃതിയിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം. അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാൻ. കണ്ടോ അണ്ണാറക്കണ്ണനെ കണ്ടോ? ഒറിജിനലിനെ വലിയ അണ്ണാറക്കണ്ണന. നമ്മള് കുഞ്ഞണ്ണാറക്കണ്ണനെ കണ്ടിട്ടുള്ളൂ. ഇത് വലിയ അണ്ണാറക്കണ്ണനാ. പക്ഷെ ഇത് ഇവര് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണെങ്കിലും ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് തോന്നും കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ചുമപ്പ് അണ്ണാൻ. ചുറ്റിനും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഗ്രീനറിയാണ്. ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് എത്തിയേ. നോക്കട്ടെ എവിടെയെങ്കിലും കയറി ഒന്ന് ഇരിക്കാൻ പറ്റുമെന്ന്. കുഞ്ഞുങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക, ആടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് എനിക്ക് ഈ സിസോ കാണുമ്പോൾ പണ്ടത്തെ കാലഘട്ടം ഓർമ്മ വരാറുണ്ട്. അതിൽ നിന്നിങ്ങനെ ഹോ ഹൈ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കൂലേ. ഇതിപ്പോ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതാ. പണ്ടൊക്കെ ഒരാളുടെ ഒരു താറാവ് പോലത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? പണ്ടത്തെ ഗവൺമെന്റ് പാർക്കിലൊക്കെ ഉണ്ടാവുന്ന അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ നിന്നിങ്ങനെ ഈ പാർക്കിൽ ഊഞ്ഞാലൊക്കെ ആടാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ ഇതൊരു അടിപൊളി കാര്യാട്ടോ. വേസ്റ്റ് ബിൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈവൻ ഐസ്ക്രീം ഒക്കെ കഴിച്ചിങ്ങോട്ട് വരുവാണെങ്കിലും ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് ഇടാനായിട്ടൊക്കെ ഒരു സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫുഡ് വേസ്റ്റ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ ഒരു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 കിടിലൻ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ തോന്നേയില്ല. സുഖമായിട്ട് ഊഞ്ഞാലൊക്കെ ആടി ഇരിക്കുക. മലനിരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. ശരിക്കും ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ ഒരു പച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ സണ്ണിനെ നിങ്ങളൊന്ന് നോക്കിയേ, എന്താ ഒരു ഭംഗി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാട്ടോ ഇത്. ഞാൻ ഇഴുകാൻ പോവാ. നല്ല രസമല്ലേ, നോക്കട്ടെ. പിള്ളേർക്കുള്ളതാ. ചിൽഡ്രൻസ് ഓൺലി. ചിൽഡ്രൻസ് ഓൺലി. ഫൈൻ ഉണ്ട് 500 രൂപ. വലിയ ആവശ്യത്തിൽ കയറാൻ പോയതാ. ചിൽഡ്രൻസ് ഓൺലിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ട് ആസ്വദിക്കാം. 500 രൂപയുണ്ട് ഫൈൻ അഡൾട്ട്സിന്. ഇതിന്റെ അടി കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടെ. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ കയറാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ. പക്ഷെ നടക്കൂല, വലുതായി പോയില്ലേ. കുഞ്ഞായാൽ മതിയായിരുന്നു. കുഞ്ഞാണെങ്കിൽ നമുക്കിപ്പോൾ കയറി ഓടി കളിക്കായിരുന്നു. ഞങ്ങൾക്ക് വലിയവർക്കും കൂടിയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തതായോ, എന്നാലല്ലേ ഞങ്ങൾക്ക് വന്നിട്ട് കളിക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് വെറുതെ എല്ലാം ഒന്ന് കണ്ടു നോക്കാം. കണ്ട് നമുക്ക് ആത്മനിർവൃതി അണയാം. അതേ സാധിക്കുള്ളൂ. നമുക്ക് ഇങ്ങനെ പോയിട്ട് 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 ഇങ്ങനെ പോയിട്ട്. ഇത് ഇതിന്റെ ഉള്ളിക്കൂടെ ഫുള്ള് ഇതിന്റെ ഉള്ളിക്കൂടെ വന്നിട്ട് ഇവിടെ തവളച്ചാരുണ്ട്, പൂക്കളുണ്ട്, എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തേക്കണേ. പിള്ളേർക്ക് ഇവിടെ ചവിട്ടി അവർക്കൊരു ബാലൻസിങ് കിട്ടും. ഈ ഒരു പടി, ഇങ്ങനത്തെ പടികളാവുമ്പോ ഇവിടെ അറ്റ് എ ടൈം 2 പേർക്ക് ഇതിൽ കൂടെ ഇഴുകി വരാൻ സാധിക്കും. അധികം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് 2 പേർക്ക് ഇതിൽ കൂടെ കളിക്കാം. ഓടി വിഷമത്തോടു കൂടി ഞാൻ പോവുകയാണ്. ഇനി മുകളിലേക്ക് കയറുവാണ്. ഇവിടെ ഉണ്ടോ പാർക്ക്? ഇതിപ്പോ നോക്കുന്ന എല്ലാ മുക്കിലും മൂലയ്ക്കും പാർക്കാ. പിള്ളേർക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ അത്രയ്ക്കും കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഇങ്ങനെ കയറുന്നതല്ല, നമ്മള് മിലിറ്ററിയിലൊക്കെ ഉള്ള സംഭവമല്ലേ ഇത്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കളിക്കാനൊക്കെ. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും എലൈവ് ആയിട്ടുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഏരിയ. ഇവിടെയാണ് നമുക്ക് മ്യൂസിക്കൽ പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ് ഷോസ്, DJ, പിന്നെ നമ്മുടെ ഫൗണ്ടെയിൻ ഉണ്ട്, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ. ഇതൊക്കെ ഹാപ്പൻ ചെയ്യുന്നത് ഇവിടെയാണ്. 6 മണി തൊട്ട്, വൈകിട്ട് ഈവനിങ് 6 മണി തൊട്ടാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക്
ഫോട്ടോസ് നല്ല ഡിജിറ്റൽ ഫ്രെയിംസിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഡിജിറ്റൽ ഫോട്ടോസ് എടുത്തു കൊടുക്കാൻ ക്യാമറമാൻസ് ഉണ്ട്. ഓൺ ദ സ്പോട്ടിൽ തന്നെ അവരത് പ്രിന്റ് ചെയ്തും കൊടുക്കും. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള ഹൈ ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ ഈ ഒരു ആംബിയൻസിൽ നിങ്ങൾക്ക് വന്നിട്ട് എടുക്കാം. അതും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളും എടുത്തു കേട്ടോ നല്ല കിടിലൻ ഫോട്ടോസ്. ഇവിടെ ഒരു അടിപൊളി ഒരു പിള്ളേർ സെറ്റ് ഉണ്ട്, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെന്നാ വരണേ? നാദാപുരം. എപ്പോ വന്നത്? ഇവിടെ ഇന്നലെ വന്നോ? എന്നിട്ട് ഇവിടെ ഗാർഡൻ കാണാൻ എപ്പോഴാ വന്നേ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? കിടിലൻ ആണോ? എന്താ ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയേ? ഏത് ഫ്ലവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? റോസിന്റെ ഏതൊക്കെ വേരിയന്റ് കണ്ടു? നമ്മുടെ ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ കൊറേ ചെടികളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ വന്നപ്പോ കാണാത്ത ഏതൊരു ഫ്ലവറാ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്? ഏതാ? സൺഫ്ലവർ. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റി ഇവിടെ ചെയ്തേ? ഏത്? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഇവരെ പേര് ചോദിച്ചില്ല എന്ന് തന്നെ. അപ്പൊ എല്ലാവരുടെ പേരും നമുക്ക് പെട്ടെന്നൊന്ന് ചോദിച്ചേക്കാം. പേരെന്താ? റിംന. ഓക്കെ. നാദിയ. സിഷ. ഖൈസ. അത് കൊള്ളാലോ, എവിടെയും കേട്ടിട്ടില്ല പേര്. നിഹാദ്. മുഹമ്മദ് റിയാദ്. നിങ്ങള് കസിൻസ് ആണ്? എങ്ങനെയാണ് എല്ലാവരും? അപ്പൊ വെക്കേഷൻ ഒക്കെ ആയി, എല്ലാവരും പഠിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് വന്നാണ്. ഇനി എന്നാ പിന്നെ നാദാപുരത്തേക്ക് പോവാ? നാളെ പോവും. ഇന്ന് ടയേർഡ് ആയി? ഇവിടെ എല്ലാം എൻജോയ് ചെയ്തോ? വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താ? പാർക്ക്. നിങ്ങള് പാട്ട് പാടുവോ? വേറെന്താ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ? കളിക്കോ? അപ്പൊ ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. കളിക്കാനുള്ള ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഊഞ്ഞാല്. എല്ലാരും ആടിയോ? ഇനി എന്താ ഇവിടെ വേണമെന്ന് തോന്നിയൊരു കാര്യം എന്തായോ? അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ തോന്നിയത്? അപ്പൊ ജമ്പിങ്. ഓക്കെ. അപ്പൊ അവർക്ക് ഇനി സിപ്പ് ലൈൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് അടിപൊളിയാന്ന് പറയണ്ട. അതുപോലെ ജമ്പിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പിള്ളേർക്ക് അത് കൂടുതലും കൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. അപ്പോൾ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് അത് ചെയ്യുമോ നമുക്ക് നോക്കാം. എന്തായാലും ഇവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടിപ്പട്ടാളത്തിന് കണ്ടതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയല്ലേ? എൻജോയ് ചെയ്തു. അപ്പൊ ഇനിയും വരുമോ? ഇനി നോക്കട്ടെന്നോ? അതെന്താ അവിടെ നോക്കട്ടെ. ഓക്കെ, ചിലപ്പോ വരും എന്ന് പറയണേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇതുവരെ എൻജോയ് ചെയ്തില്ല? ഉഷാറായിട്ട് എൻജോയ് ചെയ്താ? അപ്പൊ അവർ എൻജോയ് ചെയ്ത് കണ്ടില്ലേ? അപ്പൊ കുട്ടികൾ തൊട്ട് അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫാമിലീസ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരുമിച്ചാ നിങ്ങൾ വന്നേക്കണേ അല്ലേ? അപ്പൊ നമുക്കിവിടെ ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ ചേട്ടന്റെ. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിതിൽ ഈ അസുലഭ സുരവില നിർവൃതിയിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിതിൽ ഈ അസുലഭ സുരവില നിർവൃതിയിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, മണവാട്ടി പെണ്ണിന് രോമാഞ്ചം. അടിപൊളി ചേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ കൂടുമ്പോ ഇമ്പം കൂടുന്നതാണ് കുടുംബം എന്ന് പറയും. അപ്പൊ അത് ഇവിടെ വന്നപ്പോ ശരിക്കും മനസ്സിലായി, ഫീൽ ചെയ്തു. ചേട്ടന്റെ പേരെന്തായിരുന്നു? നൗഷാദ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ആണോ? എന്നാലും അടിപൊളിയായിട്ട് പാടിയില്ല. അപ്പൊ നല്ല ജിങ്കലാല പാട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ അടിപൊളി, നൈസ് ഫാമിലി. ഞങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമാവാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷം. താങ്ക് യു. ബൈ. എന്താ പറയാ മോനെ ദിനേശ, ഇവിടെ മൊത്തം സീനറിയും ഗ്രീനറിയും ഒക്കെയാണ്. ഒരു സ്ഥലത്ത് പച്ചിലച്ചെടികളാണെങ്കിൽ ഒരു സ്ഥലത്ത് പൂക്കളോണ്ടുള്ള വൈവിധ്യമാണ്. നേരെ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കളകള ആരവത്തില് നമ്മുടെ ആറങ്ങട് തിമിർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒത്തിരി പേര് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെയും ഊഞ്ഞാലുകളൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കായാലും ആടാനായിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ അവര് എൻഡിലേക്ക് പോവാണ് കാണാനായിട്ട്. നല്ല ഒഴുക്ക് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അതിമനോഹരം തന്നെ. എന്ത് രസാ ഇത് കാണുമ്പോഴേ. നമ്മുടെ സമ്മറിൻ ബത്ലഹേമിലെ ആ ഒരു ചെറിയൊരു കോട്ടേജ് ഇല്ലേ, അവര് രാത്രിയൊക്കെ വന്നിരിക്കണം അതുപോലെ തോന്നുന്നു. മാറ്റേറും മയ്യുണ്ടോ കണ്ണെഴുതാൻ
ആ മടപ്പെട്ടി തുറക്കും മലർമാസ ചിങ്ങനിലാവേ നിൻ കയ്യിൽ മിന്നുണ്ടോ പൊന്നുരുക്കാ. ദേ ഈ മരച്ചെടി നോക്കിയേ. എനിക്കിതെന്താ കണ്ടിട്ട് തോന്നണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് എടുക്കില്ലേ ഒരു സാധനം ഇങ്ങനെ ഉരയ്ക്കണത് അതുപോലെ ഉണ്ട്. കണ്ടാ കറക്റ്റ്. പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പാവം, നിന്നെ അപമാനിച്ചതല്ല, നിങ്ങൾക്ക് അത് കണ്ടിട്ട് അതാ തോന്നിയത് കേട്ടോ. ഇതിന്റെ പേരെന്താന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതിൽ ചെറിയ കായ, ഇതിന്റെ കായാന്ന് തോന്നുന്നു, കായ പോലെ. ഇത് നോക്കിയേ, ഇതിന്നാണ് ഈ പൂ വരുന്നേ. അപ്പൊ അതിന്റെ പൂ വരുന്ന സംഭവം അത് തണ്ടുമ്മ നോക്കിയേ, അതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ അത് വന്നതിന് ശേഷമായിരിക്കും അതിന് ഈ കുഞ്ഞി പൂക്കള് വരുന്നത്. പിന്നെ ഒരു കാവടി പോലെയും തോന്നുന്നുണ്ട് കേട്ടാ. നമ്മളിങ്ങനെ ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവടിയില്ലേ, നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ കാവടി, അതുപോലെയും തോന്നുന്നുണ്ട്. കണ്ണ് കഴക്കുകയാണ്, അത്രയുണ്ട് പൂക്കളുടെ വൈവിധ്യം. കണ്ടില്ലേ എന്തൊരു വെറൈറ്റി ആണെന്നറിയോ. അതിൽ തന്നെ പല കളേഴ്സും ഷെയ്ഡ്സും ഈവൻ ലീഫും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിട്ട് അറേഞ്ച് ചെയ്തേക്കണേ. ഇനിയും അടിയിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇനി ഇറങ്ങി നടന്ന് കാണാം. നമ്മുടെ സൂര്യകാന്തി പൂക്കള്, ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയ. ഇവിടെ മൊത്തം ഹൈഡ്രാഞ്ചിയ പൂവാണ്. നല്ല കൊട്ടയായിട്ടുള്ള പൂവാട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തൊരു കുഞ്ഞു പൂക്കളാ ഓരോ തണ്ടിലും. എന്ത് രസാന്നറിയോ. അയ്യോ, നല്ല കാവടി പോലെ നിക്കണേ. നല്ല ഇത് നോക്കിയേ, ഈ പ്ലാന്റ് തൂങ്ങിയിരിക്കണ നോക്കി. നമ്മൾ അന്ന് ഒരു കശുമാങ്ങ പോലത്തെ ഒരു ചെടി കണ്ടില്ല, അതുപോലെ അടിയിലേക്കാണ് കേട്ടോ ഈ പൂ ഇങ്ങനെ തൂങ്ങിയിരിക്കണേ. 2-3 ഷെയ്ഡ് തോന്നും ഇതിന്റെ ഈ ഒരു കളർ ടോൺ. നല്ലൊരു വയലറ്റ്, പിന്നെ ഒരു റോസ്, ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട്. ഇവിടെ മൊത്തം ഇതുപോലെ തന്നെ ഒരു ഇലച്ചെടിയാന്ന് തോന്നുന്നു. ഇവരുടെ ഇടയിൽ, ഈ പച്ചപ്പിന്റെ ഇടയിൽ ഈ ഒരു കളർ ടോണിൽ ഈ ചെടി വരുമ്പോ അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസം. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണണം. പിന്നെ നമ്മുടെ സൂര്യകാന്തി പൂക്കള് ഇപ്പോഴത്തെ ഒരു സൺലൈറ്റിൽ നല്ല ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പൂക്കളുടെയും ചെടികളുടെ ഒക്കെ വൈബാണ് ഇവിടെ. എന്തുമാത്രം വെറൈറ്റി ആണെന്നറിയോ. ഏകദേശം ഒരു 1000 above വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അധികാരികൾ പറഞ്ഞത്. അത്രയും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വഴികൾ നിങ്ങൾ നോക്കിയാൽ നല്ല വീതിയിലൊക്കെ അവര് കൺസ്ട്രക്ട് ചെയ്തേക്കണേ. എത്ര പേര് ഇവിടെ വന്നാലും വളരെ ഈസി ആയിട്ട് പിള്ളേർക്കായാലും ഓടിക്കളിക്കാം. ഫാമിലി വന്നാലും അവർക്കൊരു ഗ്യാങ് ആയിട്ട് തന്നെ നടന്ന് പോവാം. പിന്നെ അത്രയും അമ്യൂണിറ്റീസ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഗെയിം സോൺസ് മറ്റൊരു സൈഡിലുണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ബോട്ട്, ഞാൻ അതിൽ കയറാൻ പോവാ. ഇത് കഷ്ടമായി പോയി ഇത്തിരി. ഞാൻ ബോട്ടിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ ഇത് ചെടികൾക്കുള്ള ബോട്ടാണ്, എനിക്ക് കയറാൻ പറ്റില്ല. അവര് നോക്കി ആ സീറ്റിലൊക്കെ ചെടികളെ ഇരുത്തിക്കൊണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഐഡിയ കേട്ടോ. അവർക്കുള്ള ബോട്ടാട്ടോ ഇത്. ഇതിന്റെയൊക്കെ സ്മെല്ല് എന്താണാവോ? സ്മെല്ലില്ല. ഇവിടെ വന്നിരുന്ന് നമുക്ക് ഊഞ്ഞാലാടാം, വ്യൂ ആസ്വദിക്കാം. കുറച്ചും കൂടി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ് കേട്ടോ. നടന്നു പോകേണ്ടവർക്ക് നമ്മുടെ വാക്ക് വേ കൂടെ ഒക്കെ നടന്നു പോവാം. പക്ഷെ അവർക്കും ഇവിടെ ഇരിക്കുമ്പോൾ അവർക്കും ശല്യം ഉണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്നവർക്കും ശല്യം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാം. അടിയിൽ നമ്മുടെ ആറിന്റെ കളകള ആരവവും ഉണ്ട്. അതൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാം. നല്ല താളത്തിലാണ്, കളകളാനാദത്തിലാണ് ഈ ആറ് ഒഴുകുന്നേ. അവിടെ ആൾക്കാരെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി ഇറങ്ങിയാലോ? നല്ല തണുത്ത വെള്ളമായിരിക്കും ചിലപ്പോ. എന്തൊരു ശബ്ദം, അടുത്തടുത്ത് വരുമ്പോഴും നല്ല ശബ്ദം. ഇപ്പൊ തന്നെ ഒരു കൊച്ചു പോയായിരുന്നേ, അവള് പറയണ്ടായിരുന്നു തണ്ടാപാനി എന്ന്. നല്ല തണുപ്പുണ്ടാവുമെന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോ തന്നെ അതിന്റെ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങണ സ്ഥലം നല്ല ഉണ്ടക്കല്ലൊക്കെ വെച്ചിട്ടാട്ടോ സെറ്റ് ചെയ്തേക്കണേ. അത് നല്ലൊരു നാച്ചുറൽ ഫീല് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് വന്നിട്ട് കാലൊക്കെ നനച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇറങ്ങണേ, സൂക്ഷിച്ചിറങ്ങണം.
ചെറിയൊരു ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നനഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ വന്നിരുന്ന് ഉണങ്ങിയിട്ടൊക്കെ പോയാൽ മതി, കാലും ഡ്രസ്സൊക്കെ ആണെങ്കിലും. ആഹാ എന്തൊരു രസാ. അയ്യോ, നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും വന്നിങ്ങനെ ഇരിക്കായിരുന്നു അല്ലേ. വളരെ താഴ്ന്ന കേട്ടോ ഒഴുകുന്നേ. അപ്പൊ നമുക്കായാലും അങ്ങനെ പേടിയൊന്നും തോന്നില്ല, നമുക്ക് ജസ്റ്റ് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു ഇത് തോന്നുന്നു. റെസ്ട്രിക്ഷൻസ് അവര് കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന് ഈ വശത്തായിട്ട് നമുക്ക് ഇറങ്ങാം. തണ്ടാപ്പാനിയാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. വെറുതെ അല്ല, നല്ല തണുപ്പാ, നല്ല തണുത്ത വെള്ളം. വെറുതെ അല്ല കൊച്ചു പറഞ്ഞേ, നല്ല തണുപ്പാട്ടോ. പക്ഷെ തൊട്ട് തൊട്ട് വരുമ്പോ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അത് ഈ മലനിരകളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത് കാരണേ നല്ല തണുപ്പാ വെള്ളത്തിന്. ഓ, ഫ്രിഡ്ജൊന്നും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ ഒക്കെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റി കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കുറച്ചു നേരം നല്ല ഈവനിങ് ടൈമിൽ ഇതുപോലെ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് നല്ല വെള്ളവും ഈ ആറിന്റെ ഭംഗിയും ഈ ഒഴുക്കും ഈ ശബ്ദവും ഒക്കെ കേട്ടിട്ട് നല്ല വൈബിലിരിക്കാൻ പറ്റിയ നല്ലൊരിടം. അധികം ആൾക്കാരും ഇല്ല, നല്ല പീസ്ഫുൾ ആയിട്ട് ഈ ഒരു ട്രാങ്കിൾ അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം. വേണമെങ്കിൽ ഒന്ന് സന്യാസിയൊക്കെ ആവാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ വന്നപ്പോ. അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് എന്താന്നറിയില്ല. ഇത് നോക്കിയേ, ഈ പ്ലാന്റ്, ഇതിലെന്താ ഇത്, നമ്മുടെ ഈ ലീഫിലൊക്കെ ഒന്ന് മഞ്ഞൊക്കെ വീഴില്ലേ, അതുപോലെ ഇരിക്കണ ഈ കായ നോക്കി. ഇതിന്റെ കായാണോ ഇത്? അതെ അതെ അതെ. ഷോ, എന്തൊരു രസം ഇത് കാണാൻ. ഇതിങ്ങനെ ഒഴിഞ്ഞു മാറി ഒരു മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കാട്ടെ, പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ കിട്ടില്ല അതിലേക്ക്. പക്ഷെ ആ ഒരു അതിൻ്റെ ആ കായ കാണുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് അട്രാക്ഷൻ വരാം. എന്തൊരു രസം അത് കാണാൻ. പിന്നെ അതെ, ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ പുൽത്തൈലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ തറ തുടയ്ക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന പുൽത്തൈലം. അപ്പോൾ അതുണ്ടാക്കുന്ന പുല്ലാണിത്. തെരുവാ പുല്ലെന്നാണ് കേട്ടോ ഇതിനെ പറയാ. നമ്മുടെ പശുക്കളൊക്കെ കൂടുതലായിട്ടും കഴിക്കണ പുല്ലാണിത്. ഇതിൻ്റെ മെയിൻ യൂസ് നമ്മുടെ പുൽത്തൈലം ഉണ്ടാക്കാനാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ശ്രദ്ധ പോണ മെയിൻ ചെടിയാണ് കേട്ടോ. ഇത് മുൾച്ചെടിയാണ്. ഈ തുമ്പത്തൊക്കെ കണ്ട നല്ല മുള്ളുണ്ട്, അത്രയ്ക്ക് സ്ട്രെങ്ത് ഇല്ല. ഇതാണ് കുറച്ച് ഹൈറ്റുള്ള ഒരു ഇത് മുൾച്ചെടി ഇതാന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഉണ്ട് ഇതിൻ്റെ, അതിൽ കുറച്ചും കൂടി വളർന്നു വന്നേക്കണ ചെടി അതാണ്. കാഴ്ചകൾക്കൊരു അവസാനവും ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ. അത്രയും വൈഡ് വെറൈറ്റിയിലാണ് നമ്മുടെ പൂക്കളും ചെടികളും ആറും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ കിളികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് ബേർഡ്സ് ഉണ്ട്. ഇതുമേല് ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി സന്തോഷം തരുന്ന കുറേ മൊമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുവാണ്. പിന്നെ ഇന്നത്തെ ക്ലൈമറ്റും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ്. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിൽ പരിചയമായിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ വാഴ. പക്ഷെ ഇത് നമ്മൾ പാർക്കിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഒറ്റയ്ക്ക് അധികം തടി ഇങ്ങനെ വരാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ആർത്ത് വരും. അങ്ങനത്തെ വാഴയാണ് ഇത്. ഇതിനി വലുതാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു വാഴ മതി ഇവിടെ നിറഞ്ഞു നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് വളർന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണാം കേട്ടോ. ഇപ്പം കുഞ്ഞനായിട്ടാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഡിഫറെൻറ്റ് സീസൺ ഉണ്ടാവുമല്ലോ ഓരോ പൂക്കൾക്കും. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവരിങ്ങനെ പൂവിടുന്നതൊക്കെ. ചിലതിലൊക്കെ ഇങ്ങനെ കായ്ച്ച് മൊട്ടുകളൊക്കെ ആയിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇവിടെ നിലവിൽ വിടർന്ന പൂക്കളുടെയൊക്കെ സീസൺ ഇത് തന്നെയായിരിക്കും. പിന്നെ വേറൊരു സീസണും കൂടി വരുന്നുണ്ട്. മെയ് 1 തൊട്ട് 10 വരെ ഇവിടെ ഫ്ലവർ ഷോ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേയും കൂടി ഫ്ലവേഴ്സൊക്കെ വരുന്ന പറഞ്ഞു. ഇവർക്ക് കൂട്ടുകൂടാനായിട്ട് അവിടെ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഫ്ലവേഴ്സ് വരും. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, കാണാനായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു വീക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറേയും കൂടി ഫ്ലവേഴ്സൊക്കെ കാണാനൊക്കെ സാധിക്കും. ചേട്ടാ ഇതൊക്കെ നിൽക്കണം നോക്കിയേ, ഞാൻ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. അത്രയും രസമുണ്ട്, ഭയങ്കര സോഫ്റ്റ് അല്ലേ. ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്ക് അത്രയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണെങ്കിലേ നമ്മളിങ്ങനെ പ്ലാന്റ്സിനെയോ, അതായത് നമുക്കിങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മരമാണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ അതിൽ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് റിലീഫ് കിട്ടുന്നു. നോക്കിയേ, കുട്ടിപ്പട്ടാളൊക്കെ പോകുന്നേ. അത്രയും എൻജോയ് ചെയ്ത് ആർത്തുല്ലസിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവർക്ക് ഈ വഴികളായാലും അവർ കൺസ്ട്രക്ട് ചെയ്തേക്കണേ. നമുക്ക് വേണമെങ്കിൽ നിരന്ന് ഒരു 10 ആൾക്ക് വേണമെങ്കിൽ പോവാം. അപ്പം അങ്ങനത്തെ ഒരു
നമുക്കൊരു കഞ്ചക്ഷൻ ഫീൽ ഇല്ല, വളരെ ഓപ്പൺ ഏരിയ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ചിലയിടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിങ്ങി 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 നടന്നൊക്കെ ശ്വാസം മുട്ടി പോണ്ടി വരും. ഇവിടെ എത്രത്തോളം നമുക്ക് ശ്വാസം എടുക്കാമോ അത്രത്തോളം എടുക്കാം. എൻ്റെ അമ്മോ, ഒരു അടിപൊളി കിടിലൻ ഒരു വ്യൂ പോയിന്റ് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രെയിമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗാർഡൻ്റെ മുകളിൽ തൊട്ട് അടി വരെയുള്ള എല്ലാം, അടിമുടി എല്ലാം നമുക്ക് കാണാം. അസല് വ്യൂ ആണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കാണാം. ഇവിടുത്തെ പാർക്ക്, നമ്മുടെ ആറ്, പൂച്ചെടികൾ, പല വിധത്തിലുള്ള പൂച്ചെടികളും എല്ലാം ഒറ്റ നോട്ടത്തിൽ നമുക്ക് എത്തും. മലകളില്ലേ, ആ മലയുടെ എഡ്ജ് വരെ എനിക്കിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മലയുടെ മുകളിൽ ഇങ്ങനെ തൊട്ട പോലെ തോന്നും. നമ്മളങ്ങനെ ട്രൈ ചെയ്യാറില്ല. അപ്പം അത് ഇവിടെ നിന്നാ പറ്റൂ കേട്ടോ. അടിപൊളി. എൻ്റെ പൊന്നോ, ഒറിജിനൽ ആനയല്ലെങ്കിലും പേടി തന്നെ ആവൂട്ടോ. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ആനയുടെ അടിയിൽ കൂടെ ഒന്ന് നടന്നു വരണം എന്നുള്ളത്. അപ്പോൾ സാധിച്ചു. താങ്ക് യു. മറ്റേ ഒറിജിനൽ ആനനെ കണ്ട പേടിച്ചു പോവും. അപ്പോൾ ആനപ്പാപ്പാവന്മാരൊക്കെ അങ്ങനെ അവർ കൂടെ വന്നിട്ട് നമ്മളെ ചെയ്തു തരില്ലേ. പക്ഷെ എന്നാലും പേടി തന്നെയാട്ടോ. പക്ഷെ ഇവിടെ ഞാനത് സാധിച്ചെടുത്തു. അടിപൊളിയായിരുന്നു. ഞാനൊരു സൂത്രം കാണിച്ചാൽ ഇങ്ങോട്ട് വാ. ആനവാൽ ഇത്ര ഒറിജിനൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കിയേ, കറക്റ്റ് ആനവാല് ഉണ്ടാക്കി വെച്ചേക്കണ നോക്കിയേ. എല്ലാം നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ടോപ്പ് ടു ബോട്ടം അടിപൊളിയാണ്. അത് ഗാർഡൻ മാത്രമല്ല, അവരുണ്ടാക്കിയാണ് പ്രതിമകളായാലും ശരി, ആ ഫ്രെയിം, എല്ലാത്തിലും ഒരു ബ്യൂട്ടി ഉണ്ട്, നല്ല പെർഫെക്ഷൻ ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലും കിട്ടും, നല്ല സന്തോഷമാവും. ജിറാഫ് നിന്നെ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. സൂലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏറ്റവും അകലെ ആയിരിക്കും നിൽക്കണുണ്ടാവുക. എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് താഴ്ത്തി തരിക, ഒന്ന് മുഖമൊക്കെ ഒന്ന് കാണണ്ടേ. നമുക്ക് ഒലിവെണ്ണ തരുന്ന നമ്മുടെ സ്വന്തം ഒലിവ് മരം. ഇവിടെ കുഞ്ഞി അതിൻ്റെ തൈ പോലെയും വളർന്നു വരുന്നുണ്ടേ. ഇതിൻ്റെ ഇല നല്ല കാണാൻ രസമുണ്ട്. ഞാൻ വിചാരിച്ചത് സോഫ്റ്റ് ആയിരിക്കുന്നു, പക്ഷെ സോഫ്റ്റ് അല്ല. ഒലിവ് കായൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വലുതാവുമ്പോഴാണ് ഇനി കായ ഉണ്ടാവാന്ന് അറിയില്ല. ഇതിപ്പോൾ കുഞ്ഞി ഒലിവ് മരമാണ്. ഈവനിങ് ആയപ്പോഴേക്കും കണ്ടില്ലേ, ഫുൾ ലൈറ്റിൻ്റെ മഴയാണ് ഇവിടെ കാണുന്നത്. എൻ്റെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ലവ് ലൈറ്റുകൾ ഒരു വാരി വിതറിയേക്കാണ്. ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാ അവരത് ക്രിയേറ്റ് ചെയ്തേക്കണേ. ഇത് അങ്ങ് ദൂരെ ഒരു മരത്തിന്റെ ആകൃതിയിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. എല്ലായിടത്തും ഓൾമോസ്റ്റ് ലൈറ്റായി. അടിയിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെയും അടിയിൽ നിന്ന് സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അടിയിലേക്കാണ് പിന്നെയും പോകുന്നത്. ഫുൾ അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഇവിടെയും ഒത്തിരി അട്രാക്ഷൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. താമരപ്പൂവിന്റെ അറേഞ്ച്മെന്റ് നോക്കിയേ. ഷോ, ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണേ. നോർമൽ നമ്മുടെ എങ്ങനെയാണ് താമര വെള്ളത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ അതാ ലൈറ്റിംഗ് അറേഞ്ച്മെന്റില്. ഷോ, എന്താണെന്നറിയോ അതിന്റെ ബ്യൂട്ടി. ഈ ചെടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ആൻസർ മനസ്സിൽ വെക്കണം. എന്നിട്ട് ഞാൻ പറയണ കേൾക്കണേ. എനിക്ക് തോന്നണത് നമ്മൾ പണ്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോവില്ലേ, അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു സീനറി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പണ്ട് ഈ യൂറോപ്പ് അങ്ങനത്തെ ഒക്കെ ഉള്ള പോലെ. ആ സമയം നമ്മൾ ചെറുപ്പത്തിൽ അത് ഭയങ്കരമായിട്ട് ക്യാച്ചി ആയിരിക്കും ആ ഒരു പിക്ക്. അതുപോലെയാണ് എനിക്ക് തോന്നണത്. അപ്പോൾ നിങ്ങൾക്കും അതെന്നെയാണോ തോന്നണതെന്ന് പറയണം. ആ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വലിയൊരു പിക്ചറായിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവും, വലിയ ചെടികൾ കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നി. ഇവിടെ വന്നപ്പോൾ അതേ ഫീല് തോന്നി. ഭയങ്കര കുറച്ചുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇരിക്കാനും എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇരിക്കാനുള്ള ചെയേഴ്സും. നമുക്കപ്പോൾ നടന്ന് വയ്യാണ്ടായ ഒന്ന് വിശ്രമിക്കാം. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും അവർ യൂസ്ഫുൾ ആയിട്ട്
ഓരോ ഫ്രെയിംസ്, വ്യൂ പോയിന്റ്സ്, ക്യാമറ പോയിന്റ്, അങ്ങനെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാ. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എവിടെ നോക്കണം, എവിടെ പോണം എന്നായിപ്പോ. ഇതും ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. എന്റെ പൊന്നോ, ഇവിടെ കണ്ട് കണ്ട് തീരില്ല കേട്ടോ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. സമയം ഉണ്ടാക്കി തന്നെ വരണം, അല്ലാതെ ഇവിടുത്തെ ആക്ടിവിറ്റീസും ഇവിടുത്തെ ഈ ഗാർഡൻ ഒന്നും കണ്ടാൽ തീരില്ല കേട്ടോ. ഞാൻ വേറെ ഒരു ഗാർഡൻ മാത്രമായിരിക്കുന്ന വിചാരിച്ചു, പക്ഷെ ഇത്രത്തോളം ആക്ടിവിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. മൂന്നാർ വരുമ്പോൾ ഒട്ടും മിസ്സാക്കാൻ പാടില്ല, മസ്റ്റ് വിസിറ്റ് ആണ്. നോക്കിയത് ഇത്ര ആൾക്കാരുകള് നമ്മുടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരുകൾ. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാനായിട്ട് ഇരിക്കുകയാണ്. അടിപൊളിയാന്ന് പറഞ്ഞേ. ഇനി അതൊന്ന് കാണണം. കുറച്ച് നിമിഷങ്ങൾക്കത് തുടങ്ങുമായിരിക്കും. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാനായിട്ട് ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ടൈമിലെ മെയിൻ അട്രാക്ഷൻ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ആണ്. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഫൗണ്ടെയിൻ ഷോ കാണാനായിട്ടാണ് ഇപ്പൊ വരുന്നത്. ഈ ഡൈനോസർ ഇപ്പൊ ചാടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ഓടത്തി വരും. അത്രയും അതൊരു ഇവിടെ നിൽക്കുമ്പോ തന്നെ അതിനെ കാണുമ്പോ പേടിയാവും. ആ വായല റെഡ് കളറും മറ്റേ നമ്മുടെ ജുറാസിക് പാർക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് പകുതിയൊക്കെ ആയപ്പോ എല്ലാവരും ഡാൻസ് ഒക്കെ തുടങ്ങി. നമ്മുടെ ഗ്യാങ് ഒക്കെ ആയിട്ട് എല്ലാവരും ഫാമിലി മൊത്തമാണ് കേട്ടോ. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യടി ബഹളം ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതിനോടൊപ്പം നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു ഫൗണ്ടെയിൻ ഷോയിലൊക്കെ. എല്ലാവരും എൻജ് തുടങ്ങി. ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സോളം ഡ്യൂറേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ 7 മണിയുടെ ഷോയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി 8 മണിക്കാണ് ഷോ വരുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ആൾക്കാരുകൾ വരും. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളവർ പോയി തുടങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി തിരിച്ച് വീട്ടിലേ പോകാൻ തോന്നണില്ല. ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ തോന്നും. ഈ പാട്ടും ഈ ലൈറ്റും എല്ലാവരും കണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫീല്, ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവരൊക്കെ നമ്മുടെ ഭാഗമാണെന്ന് തോന്നും. ഇവരെല്ലാം നമ്മുടെ റിലേറ്റീവ്സ് ആണ്. എന്താ അങ്ങനെയൊക്കെ തോന്നണം ഇവിടെ വന്നപ്പോൾ. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീല് ഗ്യാങ് ആയിട്ട്. ഇപ്പം എല്ലാവരും അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോയി തുടങ്ങി. അപ്പം നമ്മൾ മൂവ് ചെയ്യാണ്. ഇവിടെയും ലൈറ്റിങ് വന്നിട്ടുണ്ട്. മുകളിലും എന്തോ ഉണ്ട് കേട്ടോ. ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കുറെ പടിയുണ്ടല്ലോ. അവിടെയും ചെറിയൊരു ഹട്ട് പോലെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇവിടെ അത്യാവശ്യം ഒരു ഹൈറ്റ്, ഒരു ഹൈയസ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അടിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അത്രയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ മൂന്നാറിന്റെ എൻട്രൻസ്. അപ്പോൾ അതിന്റെ നിയർ ബൈ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു പോയിന്റ് ഹട്ട് പോലെ ഒരു സെറ്റ് ചെയ്തേക്കണേ. അപ്പോ ഒത്തിരി സന്തോഷം. ഇവിടുന്ന് പോവാനായിട്ട് തോന്നണേ ഇല്ല. അപ്പൊ ഇതൊരു ഹരിത ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. വളരെ എന്താ പറയാ നീറ്റായിട്ടാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കണത്. തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി ആയിട്ട് പിന്നെയും വരാനായിട്ട് തോന്നും. അത്രയും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത്രയും സമയം നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ വേണം. ഒരു 1 ഡേ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം അത്രയ്ക്ക് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്.
പിന്നെ നമുക്കിവിടെ ഇവിടെയുള്ള പ്ലാന്റ്സ് നമുക്ക് പുറത്തായിട്ട് അവര് നഴ്സറിയിൽ അവൈലബിൾ ആണ്, നമുക്ക് വാങ്ങിച്ചുകൊണ്ടും കൊണ്ടുപോകാം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂന്നാറിലെ ഒരു അട്രാക്ഷൻ പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചിൽഡ്രൻസ് ടേക്ക് കെയർ, ജിങ്കലാല, ബൈ.